എനിക്ക് അങ്ങനെ ഒന്നും ആഡ് ചെയ്യാനില്ല. ബട്ട് ഞാൻ 3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാവരുടെയും കുറെ വിഷമങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ എനിക്കിതൊരു മത്സരമായിട്ടല്ല ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇത് എനിക്ക് ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഷൻ, തിരുവനന്തപുരത്തിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മാറ്റം വേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, എന്റെ മനസ്സിൽ കുറെ ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്നോളജി ഹബ്, ഒരു നോളജ് റിസർച്ച് ഹബ്, ടൂറിസം, സ്പോർട്സ്, ബ്ലൂ ഇക്കോണമി, അങ്ങനെ കുറെ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട്. ബട്ട് ഞാനിപ്പോ ഈ 23-24 ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട്. 5, 8, 10 കൊല്ലമായിട്ട് ഇതിന്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോ ഇങ്ങനെ തുടങ്ങിയപ്പോ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പൊ ഒരു വലിയ പ്രോബ്ലം ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ടി.പി. ശ്രീനിവാസ് സാറിന്റെ ലീഡർഷിപ്പില് എന്താണ് എന്റെ കമ്മിറ്റ്മെന്റ്, എന്താണ് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്റെ അടുത്തുനിന്ന് അടുത്ത 5 കൊല്ലം, ആ ഡോക്യുമെന്റ് എല്ലാവരും സജഷൻസ് തരിക. ആ ഡോക്യുമെന്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എന്റെ ഒരു കോൺട്രാക്ട്. തിരുവനന്തപുരത്തിന്റെ ജനങ്ങൾ ഞാൻ ഇത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യും, അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റ് ആയിരിക്കും എന്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാനൊരു ഡോക്യുമെന്റ്. ഞാൻ ആദ്യം 18 കൊല്ലമായിട്ട് MP ആയി, എല്ലാവർക്കും അറിയാം. എല്ലാ ടേമിലും ഞാൻ ആദ്യത്തെ MP ആയിരുന്നു ഈ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യുന്ന MP. ഞാൻ ഇത് കഴിഞ്ഞ 18 കൊല്ലത്തില് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ വിഷൻ ഡോക്യുമെന്റ് ഒരു സിറ്റിസൺസിന്റെയും ജനങ്ങളുടെ ഒരു ഡോക്യുമെന്റ് ആയി ഞാൻ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെന്റ് ആവുമെന്ന് ഞാൻ കരുതുന്നു. വേറൊന്നും പറയാനില്ല. ഇതിന്റെ എല്ലാവരും ഈ മെസ്സേജ് എല്ലാവരുടെ അടുത്ത് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അത് ഞാനിപ്പോ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അപ്പോ ആ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോ കേൾക്കുന്നതെല്ലാം ഞാനും ടാബ്ലറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അത് ആ ഇന്ററാക്ഷൻ വിൽ കണ്ടിന്യൂ. അത് 25-ാം തീയതി 23-ാം തീയതി വരെ ആ ഇന്ററാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഡോക്യുമെന്റ് 10 മുതൽ 13-14 വരെ ഒരു ഫൈനലൈസ് ആയ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. എല്ലാവരും കാണാൻ പറ്റുന്ന, വായിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആവും. ജയിച്ചാൽ മാത്രം ചെയ്യുന്ന അഷ്വറൻസ് ആയിട്ടാണോ, ഈവൻ അതർവൈസ് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. അത് ഇനി ഞാൻ ഇപ്പൊ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നെഗ്ലിജൻസും ഇങ്ങനെ ഒരു ഡിക്ലൈൻ, അതിന് മാറ്റണം. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. MP ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി, അത് എല്ലാവർക്കും അറിയാലോ. അതൊരു കോമൺ സെൻസ് ആണല്ലോ. ഇതിപ്പോ കുറച്ച് ജാസ്തിയായി പോയി. 15 കൊല്ലമായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല. ഇപ്പോ യു വോണ്ട് ടൈം ബൗണ്ട്, മിനിറ്റ് ബൗണ്ട്, അവർ ബൗണ്ട്. ഞാൻ പറഞ്ഞത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിൽ ടൈം ബൗണ്ട് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ട് ആക്കാം. ബട്ട് ഈ 5 കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പ്രാവശ്യമല്ലേ തിരുവനന്തപുരം കാണുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് അല്ലേ. അതന്നെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ചേഞ്ചാണ്. അതുകൊണ്ട് വെറെവർ പോസിബിൾ അതിൽ ടൈം ഇടാൻ ഞാൻ നോക്കാം. ബട്ട് ഇതന്നെ ഒരു വലിയൊരു എനിക്ക് തോന്നുന്നത് ഒരു കോൺട്രാക്ട് മാതിരി ഒരു കമ്മിറ്റ്മെന്റ്, ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ 20-25 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ആരും ഒരു MP കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അത് ശരി. ഓക്കെ, ഐ വിഡ്രോ ദാറ്റ്. അത് ശരിയാ. അല്ല, പറഞ്ഞത് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ ഡോക്യുമെന്റ് ഇടാം. അതുകൊണ്ട് ആരും മെഷർ ചെയ്താൽ മതി. പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ, ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ചെയ്യുന്ന ആളാണ്. അത് ഞാൻ ഈ ഡോക്യുമെന്റിൽ പറയാം. ഇതെല്ലാം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്.
ഞാൻ വെറുതെ എന്റെ 18 കൊല്ലം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന MP ആയിരുന്നു, ആണ്, ആവും. ഇതാവാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ കോണ്ടെക്സ്റ്റ്. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയിലെ വോട്ടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് തോമസ് അദ്ദേഹത്തിന്റെ നടത്തിയ ഉണ്ടാക്കാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ. അത് അവർക്ക് ആശങ്ക എടുക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് താങ്കൾ? ഞാൻ ഇത് ആദ്യം പറഞ്ഞതല്ലേ, ഈ ആശങ്ക എന്ന് പറയുന്നത് എല്ലാവരും ഒരു പോയിസൺ ചെയ്ത് ഇത് 10, 20, 30 കൊല്ലമായിട്ട് ഇതിങ്ങനെ പ്രോപ്പഗാൻഡ നടത്തുന്നതല്ലേ ചില 2 പാർട്ടീസ്. ഈ ഇലക്ഷൻ ടൈമിൽ പെർഫോമൻസിന്റെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവര് എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും, ഈ പെർഫോമൻസ് മാത്രം ഡിസ്കസ് ചെയ്യില്ല. 8 കൊല്ലം ഇവിടെ CPM CPI എന്ത് ചെയ്തു, 10 കൊല്ലം കോൺഗ്രസിന് അവസരം കിട്ടിയപ്പോ അവര് എന്ത് ചെയ്തു, ഇവിടുത്തെ MP 5 കൊല്ലം മിനിസ്റ്റർ ആയിരുന്നല്ലോ, അപ്പൊ എന്ത് ചെയ്തു, അതൊന്നും പറയില്ല. ഇങ്ങനെ ഓരോരോ ഫോൾസ്ഹുഡ്സും സ്പ്രെഡ് ചെയ്ത് ജനങ്ങളെ പേടിപ്പിക്കാനാണ് അവരുടെ ഒറ്റ സ്ട്രാറ്റജി. ഞങ്ങൾ അത് ട്രൂത്ത് പറയും, ഇതാണ് ട്രൂത്ത്, ഇതാണ് ഫാക്ട്. അല്ല, ആ ഇഷ്യൂ അറിഞ്ഞില്ല, ഇതൊരു ഇയർ എൻഡിങ് ഇഷ്യൂ ആയിരുന്നു. അവര് ഇയർ എൻഡിങ് അത് പത്തനംതിട്ട അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. സെയിം ഇയർ എൻഡിങ് 2 ദിവസം നമുക്ക് പണിയെടുക്കണം. അതിനെപ്പറ്റി ആരും പറഞ്ഞില്ലായിരുന്നു. അത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്ലാരിഫൈ ചെയ്തു, അത് മാറ്റി.